ആശാവർക്കർമാരുടെ രാപകൽ സമരയാത്രയ്ക്ക് ഇന്ന് സമാപനമാണ്. സമാപനത്തിന്റെ ഭാഗമായുള്ള മഹാറാലിക്ക് തുടക്കമായി. PMG ജംഗ്ഷനിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കാണ് റാലി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മഹാറാലി ഉദ്ഘാടനം ചെയ്യും. മെയ് 5-നാണ് ആശമാരുടെ രാപ്പകൽ സമരയാത്ര ആരംഭിച്ചത്. സ്വാന്തന സാജു വിവരങ്ങളുമായി. സ്വാന്തന സാജു, ഇപ്പോൾ മഹാറാലി അവസാനിക്കുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആവശ്യങ്ങൾ ഉറക്കെ പറഞ്ഞെങ്കിലും ഒന്നുപോലും പരിഗണിക്കാതെയാണ് സർക്കാർ നിലപാടെടുത്തത്. അതിലിപ്പോൾ പ്രതിപക്ഷവും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്നതല്ലേ കാണേണ്ടത്. ഇപ്പോൾ എപ്പോഴാണ് ഈ സമാപന ചടങ്ങ്? സ്മൃതി, ആശാ സമരത്തിന്റെ 4ാം ഘട്ടമായിരുന്നു രാപ്പകൽ സമരയാത്ര. ആ സമരയാത്രയുടെ അവസാന ദിവസമാണെന്ന്. കാസർഗോഡ് നിന്നും തുടങ്ങിയ സമരയാത്ര ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആശാ സമര പന്തലിൽ അവസാനിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് സ്മൃതി നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് വരുന്ന ആശമാരും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളും ഒക്കെ തന്നെ അണിനിരന്നുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മഹാറാലി ഇപ്പോൾ നടത്തുന്നത്. ഈ രാപ്പകൽ സമരയാത്രയുടെ അവസാനത്തിന് മുന്നോടിയായുള്ള ഒരു മഹാറാലി തന്നെയാണ് നടക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 129 ദിവസമായിട്ട് ഇവരുടെ ആവശ്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും അടിസ്ഥാനപരമായി തങ്ങളുടെ ശമ്പളം, വേതനം കൂട്ടിത്തരണമെന്ന ആവശ്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് വിവിധ തരത്തിലുള്ള സമരത്തിലൂടെ ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് 4ാം ഘട്ട സമരമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയായ MA ബിന്ദു ആയിരുന്നു ഈ ഒരു യാത്ര നയിച്ചു വന്നിരുന്നത്. ഇവിടെ MA ബിന്ദു അടക്കമുള്ള എല്ലാ ആളുകളും ഈ ഒരു യാത്രയുടെ ഭാഗമായി ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ അവസാനം കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക്, കാസർഗോഡ് മുതലുള്ള 45 ദിവസത്തെ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വലിയ പിന്തുണയാണ് കേരളമെമ്പാടും നിന്നും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കിട്ടിയത്. ഈ സമരം വിജയിച്ചിട്ടേ പിന്മാറാവുന്നു. എല്ലാ മനുഷ്യരും ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അത് കേരളത്തിന്റെ പ്രതീക്ഷയാണ്. ഞങ്ങൾ അത് പൂർത്തീകരിച്ചിട്ടേ ഇവിടുന്ന് പിന്മാറും. സ്മൃതി, ഇത് തന്നെയാണ് ഈ യാത്ര നയിച്ച ഈ MA ബിന്ദുവിന് പറയാനുള്ളത്. എല്ലാവരും വലിയ പിന്തുണ തന്നെയാണ് നൽകിയത്. അപ്പോൾ ആ ഒരു ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഈ ഒരു സമരം അവസാനിപ്പിക്കരുതെന്നാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആശമാരോട് ഈ യാത്രയിൽ ഉടനീളം പറഞ്ഞതെന്ന കാര്യമാണ് സ്മൃതി അവർ പറയുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ സ്മൃതി, ഇന്നിപ്പോൾ ഈ ഒരു ആശമാർക്ക്, കേരളത്തിൽ ഉടനീളമുള്ള ആശമാർക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു സമരത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണെന്നാണ് ഈ ആശമാർ പറയുന്നത്.